അസ്സലാമു അലൈക്കും. അല്ലാഹ് എന്ന നാമമുണ്ടല്ലോ, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അല്ലാഹ് എന്ന് നാം ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ ആ വിളി അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നാം നീട്ടുന്ന കൈയുണ്ട്, അത് അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റുകയില്ല. തൻ്റെ മുന്നിലേക്ക് നീട്ടിയ കൈയിലേക്ക് ഒന്നും വെച്ചു തരാതെ അത് മടക്കി അയക്കാൻ അള്ളാഹുവിൻ്റെ ലജ്ജ അനുവദിക്കുകയുമില്ല. നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മീസാനിൽ വെച്ചിട്ട് 7 ആകാശവും ഭൂമിയും മുഴുവനും ആ മീസാൻ എന്ന ത്രാസിൽ വെച്ച് തൂക്കാൻ പത്രക്കും വലിയ ആ മീസാനിൽ ഒരാളുടെ അമലുകൾ തൂക്കുമ്പോൾ ഹസനാത്തിന്റെ, അതായത് നന്മയുടെ ഭാഗം കനം കുറഞ്ഞു വരികയാണെങ്കിൽ അയാൾ പേടിച്ച് വിറച്ച് മുഖം വികൃതമായി പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ചെറിയ കാർഡ് പോലത്തത് ആ ഹസനാത്തിന്റെ തട്ടിലിടും. അതോടുകൂടി ആ തട്ട് കനം തൂങ്ങും. തിന്മയുടെ തട്ട് കനം കുറയുകയും ചെയ്യും. അയാൾക്ക് സന്തോഷം എന്നാൽ അതിര് കഴിഞ്ഞ സന്തോഷത്തോടെ അയാൾ ഇതെന്താണെന്ന് ആ ആളോട് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, ഇതൊരു ദിക്റാണ്, ഞാനൊരു മലക്കാണ്, ഈ ദിക്ർ എന്നെ ഏൽപ്പിച്ചതാണ്. ആ ദിക്ർ ഏതാണെന്നറിയുമോ? അത് നീ ഏത് സമയത്തും അള്ളാഹുവിനെ വിളിക്കാറില്ലേ, അള്ളാ അള്ളാ എന്ന് നീ വേദനിക്കുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും കിടക്കുമ്പോഴും എണീക്കുമ്പോഴും എല്ലാം വിളിക്കാറില്ലേ അള്ളാ എന്ന്? ആ വിളിയാണ് ഈ ദിക്ർ. അള്ളാഹുവിനെ വിളിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അള്ളാ 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 എന്ന് ഏത് സമയവും നാം ഒന്ന് വിളിച്ചു നോക്കി, അപ്പോൾ കാണാം അത്ഭുതം. അള്ളാഹു നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് സഹായിക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.